ഹലോ, ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു പെർഫെക്റ്റ് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. നെയ്ച്ചോറ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി മയോണൈസ് ചിക്കൻ കറിയും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മയോണൈസ് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വാടിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ചതച്ചതാണ്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇത്. അപ്പോൾ 3 പച്ചമുളകും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ വൈറ്റ് പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ കുരുമുളക് പൊടി ചേർത്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും. അപ്പോൾ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ അധിക ചേരുവകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ടത്. നല്ല ഗ്രേവി വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത്. വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഇതിന് നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ 1 മുട്ടയാണ് കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ 1 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം പിന്നെ കുറേശ്ശെയായി ഓയിൽ ഒഴിച്ച് ഒന്നാണ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 500 ഗ്രാം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില വിതറിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം, അതായത് ചൂടൊക്കെ നാറിയതിന് ശേഷം വേണം മയോണൈസ് ചേർക്കാൻ കേട്ടോ. അപ്പോൾ കറി ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ നല്ല ചൂടോട് കൂടി മയോണൈസ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം വേണം മയോണൈസ് ചേർത്ത് മിക്സ് ചെയ്യാൻ. അപ്പോൾ നല്ലൊരു വെറൈറ്റി ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ അധിക ചേരുവകളൊന്നും വേണ്ട കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ അല്ല, നമുക്ക് വേറെ എന്തിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഡാൽഡ എടുക്കാം, പക്ഷേ ഡാൽഡ എടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നെയ്യാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 5 ഏലയ്ക്ക്, 5 ഗ്രാമ്പു, പിന്നെ 3 ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ബേ ലീവ്സ്, ഒരു ചെറിയ ബേ ലീവ്സ് 3 ആയിട്ട് കട്ട് ചെയ്തതും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അരിയാണ് കേട്ടോ. ബിരിയാണി അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഫിർദൗസ് അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 കപ്പാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിയുമ്പോൾ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. ഇനി ഇതിലേക്ക് 5 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. 1 കപ്പിന് 2 കപ്പ് എന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് പിന്നെ അതിൽ നിന്നൊരു കപ്പ് കുറച്ചിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മളിതിൽ പ്രഷറെല്ലാം പോയതിന് ശേഷം വേണം തുറക്കാൻ. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നെയ്ച്ചോറ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാള അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള, ഇപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്ത് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എണ്ണയിലോട്ട് തന്നെ ഇട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. പ്രഷർ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന രീതിയിൽ വെള്ളം എടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് 1 കപ്പ് വെള്ളം കുറക്കണം. അപ്പോൾ അങ്ങനെ 5 കപ്പ്.
അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രഷർ കുക്കറിൽ ആവിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറ് തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ വറുത്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കിയിരുന്ന ചിക്കൻ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഈ മയോണൈസ് ചിക്കൻ കറി നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അപ്പം അതുപോലെ നൂൽപുട്ട്, പത്തിരി, ചപ്പാത്തി, അതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ രണ്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്, കുറഞ്ഞ ചേരുവകളും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്